അപ്പോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗ്രാൻഡ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സംവൺ ടു ദ സ്റ്റേജ്. ആളെ പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. The man behind the music of Bombay Positive, one and only Mr. Ranjan Raj. Ranjan, please come forward. Okay, Ranjan Chetta, sorry. Yeah. Okay, appo ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ മനസ്സിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ബോംബെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനം എൻട്രി ചെയ്ത ഒരു ടെക്നീഷ്യനാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ എനിക്കെന്തോ ഇതിലെ പാട്ടുകൾ ചെയ്യാൻ അവർ തന്ന സ്പേസ് വളരെ വലുതായിരുന്നു. ഞാൻ എന്താ പറയാ, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള കമ്പോസിഷൻസ്, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ്, എന്റെ ഈവൻ അവസാനത്തെ മിക്സിംഗ് മാസ്റ്ററിംഗ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും എനിക്ക് കുറച്ച് കളികൾ കളിക്കാനും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനും ഇതൊക്കെ പേഴ്സണലി കേൾക്കുന്നവരിൽ ഡീറ്റെയിലിംഗ് കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി വളരെയധികം സ്നേഹത്തോടെ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ബോംബെ പോസിറ്റീവ്. അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം വിജയ് യേശുദാസ് എനിക്ക് ഒരു ജീവിതം നൽകിയ സിനിമ ജോസഫാണ്. അറിയാം, എന്റെ ആദ്യ സിനിമ. അപ്പൊ അതുകൊണ്ട് തന്നെ ജോസഫിന്റെ എന്റെ സംഗീതത്തിന് ഏറ്റവും എഴുതി ചേർന്ന് നിന്നത് വിജയുടെ ശബ്ദമാണ്, വിജയ് യേശുദാസിന്റെ ശബ്ദമാണ്. അപ്പൊ വിജയചേട്ടൻ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച ഒരു പാട്ട്, അതാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. പൂമഞ്ഞ പോലിന്റെ കൺപീലി എന്ന പാട്ട്. ആ പാട്ട് എഴുതിയതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള BK ഹരിനാരായണനാണ്. ഈ പറഞ്ഞ പോലെ കണ്ണത്താ ദുരന്തമായിരുന്നു, അല്ലെങ്കിൽ കരിനീല കണ്ണുള്ള പെണ്ണ്, വീരനാഥനെ, അല്ലെങ്കിൽ കാവലിലെ എന്നോണം നിധിയല്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഹരിയുടെ കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹമായിട്ടും കൂടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്ക്ഔട്ട് ആയ ഒരു പാട്ടാണ് പൂമഞ്ഞ പോലിന്റെ കൺപീലി എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നതാണെന്ന് പലർക്കും അറിയുമായിരിക്കാം. അപ്പോ ഞാൻ സ്റ്റാർ സിംഗറിന് ഗസ്റ്റ് ആയിട്ട് പോകാനൊരു ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം ചിത്രീച്ചയുടെ അടുത്തിരുന്ന് ജഡ്ജ് ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഞാൻ കേട്ട കുറെ ശബ്ദങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ശബ്ദമുണ്ടായിരുന്നു. ആ കുട്ടി പാടിയ ശേഷം ആ കുട്ടിയുടെ ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്നെ തന്നെ ആ കുട്ടിയിൽ കാണാൻ സാധിച്ചിരുന്നു. എന്റെ ചൈൽഡ്ഹുഡും ഞാൻ വന്ന വഴികളും ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഋത്തിക സുബീർ എന്നാണ്. അപ്പൊ ഋത്തികയെ ഞാൻ ഈ സിനിമയില് അവിടെ വെച്ച് ഞാൻ വാക്ക് കൊടുത്തു. ഏത് പാട്ടെന്നോ ഏത് സിനിമ ഒന്നും പറഞ്ഞില്ല. ഋത്തികയെ ഞാൻ എന്റെ അടുത്ത പടത്തിൽ പാടിക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരു നെക്സ്റ്റ് മൂവി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത് ബോംബെ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ വിജയന്റെ കൂടെ ഋതികയെ നമ്മൾ പാടിച്ചു. ഋതിക ഇവിടെ വന്നിട്ടുണ്ട്. ഋതിക നല്ലൊരു കയ്യടി കൊടുക്കണം. ഋതിക വളരെ ഗംഭീരമായിട്ട് ഒരു പാട്ട് തരുകയും ചെയ്തു. അപ്പോ ഋതിക, താങ്ക് യു സോ മച്ച്. മോൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇനി ഒരുപാട് പാട്ടുകളും സിനിമകളും മോൾക്ക് കിട്ടട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ ബോംബെ പോസ്റ്റിന്റെ ടീം എന്നെ ഈ സിനിമയിലേക്ക് എൻട്രി വെക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല, എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഉണ്ണി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ണി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും, നല്ല ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഒന്ന് മൂഡാക്കി എടുക്കുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മച്ചാനാണ് ഉണ്ണി. അപ്പോ ഉണ്ണിക്ക് വേണ്ടി നല്ല പാട്ടുകൾ കൂടെ ചെയ്യാൻ പറ്റും. കാരണം ഉണ്ണി ഇങ്ങനെ പുറകെ ഉണ്ട് പാട്ട് കിട്ടാനായിട്ട്. നല്ല പാട്ട് വന്നില്ല, ബീറ്റ് വന്നില്ല, കുറച്ചും കൂടെ ഹെവിയാക്കണം, കുറച്ചും കൂടെ ബീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി പുറകെയുണ്ട്. അതേപോലെ വക്കീലായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോ വക്കീലിന്റെ ഒരു സഹകരണവും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരും രാജ് സക്കറിയ. അപ്പോ രാജ്ഭായിയുടെ ഇൻവോൾവ്മെന്റും വളരെ വലുതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുന്ന സമയത്ത് രാജ്ഭായി വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അദ്ദേഹം അൻവർ പോലത്തെ സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന ഒരു ടീമായിരുന്നു. ആദ്യം തന്നെ ഈ പ്രൊഡക്ഷൻ ടീമിനോട് ഞാൻ വലിയൊരു നന്ദി, ബോംബെ പോസിറ്റീവിന്റെ ടീമിനോട് നന്ദി പറയുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു സോണി മ്യൂസിക്കിന്റെ സൗത്തിന്റെ ഫസ്റ്റ് മൂവി നമ്മുടെയാണ്. അതൊരു വലിയ കാര്യമായിട്ട് സോണി സൗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവര് മലയാളത്തില് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് നമ്മുടെ പടമാണ്. അപ്പൊ അതിലും ഒരു വലിയ സന്തോഷം. പിന്നെ ഇതിൽ വേറെ പാടിയ ആൾക്കാര് ഹരിശങ്കർ പാടി, കപിൽ പാടി, വിനീത് ശ്രീനിവാസൻ പാടി, പിന്നെ സന്തോഷ് ഇവിടെ എത്തിയിട്ടുണ്ട്.
സന്തോഷ് വർമ്മ, മലയാളത്തിൽ ഏറ്റവും അധികം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഗാന രചയിതാവ്. സന്തോഷ് ചേട്ടനായിട്ടും എനിക്ക് മാളികപ്പുറത്തിലും പിന്നെ വരാൻ പോണ സുമതി വളവിലും കുറെ നല്ല പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയിലും ഒക്കെ നല്ല പാട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് ചേട്ടൻ എന്നും എന്റെ കൂടെ എന്റെ പാട്ടിന്റെ എന്റെ സംഗീതത്തിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ സന്തോഷ് ചേട്ടൻ ഇതിൽ വരികൾ എഴുതിയിട്ടുണ്ട്, ഹരിനാരായണൻ വരികൾ എഴുതിയിട്ടുണ്ട്, ജോ പോൾ വരികൾ എഴുതിയിട്ടുണ്ട്. ഈ മ്യൂസിക് ടീമിനും എന്റെ കൂടെ നിന്ന എല്ലാ മ്യൂസീഷ്യൻസിനും, ബോംബെ പോസ്റ്റിന്റെ പ്രൊഡ്യൂസേഴ്സിനും, ഹോൾ ടീമിനും, ജീവൻ മേളയിൽ ഡയറക്ടർ ജീവൻ കോട്ടായി, അതുപോലെയുള്ള പുറകെയുള്ള എവ്രിവൺ, ബോംബെ പോസ്റ്റിന്റെ കൂടെ നിന്ന എല്ലാ ആൾക്കാരോടും നന്ദി അറിയിക്കുന്നു. ഈ പാട്ട് അവരെന്താ കേൾക്കുക, പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക മാക്സിമം. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ മൂവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന്. ഇപ്പം രഞ്ജിൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. കാരണം ഒരു ടീം വർക്ക് തന്നെയാണെന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും, അല്ലെ? അപ്പോ നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരെയും നമ്മുടെ ഫിലിമിലെ മെയിൻ ആളുകളെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ച് നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യാം, അല്ലെ? സോ എല്ലാവരും ലിസ്റ്റ് ചേട്ടാ എന്താണ് പറയാനുള്ളത്? ഒരു 2 വാക്കൊന്ന് പറയൂ. നമ്മളുടെ ബോംബെ പോസിറ്റീവിലെ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ വളരെയധികം സന്തോഷം. പടത്തിന്റെ ടൈറ്റില് പോലെ തന്നെ ബോംബെ പോസിറ്റീവ് സിനിമാ തിയേറ്ററുകളിലും അത് ഒരു പോസിറ്റീവായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഉണ്ണീനെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇവനെ അറിയാം. ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡ്യൂസർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ അംബീഷനുള്ള ഒരു കാര്യമാണ്. അപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആവുന്ന ഉണ്ണിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എന്താ പറയുക അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസ അറിയിച്ചുകൊണ്ടിട്ട്, എസ്പെഷ്യലി എന്നെ രാജ് സക്രിയാണ് വിളിച്ചത്. സോ രാജ് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിന്റെ പുറകിലുള്ളതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ആൻഡ് സന്ദീപ് ഏട്ടാ ഒരു 2 വാക്ക് പ്ലീസ്. ഗുഡ് ഈവനിങ്. ഇതുപോലൊരു സിനിമ സംരംഭം ആരംഭിക്കുകയും ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമ ആരംഭിക്കുകയും ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിക്ക്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അത് തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ പേര് പ്രൊഡ്യൂസ് ബൈ ഉണ്ണികൃഷ്ണൻ എന്ന് എഴുതി കാണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഒട്ടനവധി പെയിൻ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ 100% ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. സിനിമ വഴിയിലിടാതെ ആ സിനിമയെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ ഒരു നല്ല രീതിയിൽ അതിന്റെ ടെക്നീഷ്യൻസിനെ എല്ലാം ചേർത്ത് വിളിച്ചു കൊണ്ടുവരിക. എന്നെ ഇവിടെ വിളിച്ചത് രാജാണ്. രാജിന്റെ പേര് ഇതിൽ കാണുന്നില്ല, പക്ഷെ രാജിന്റെ ശരീരം പോലെ ഒരു തൂണ് പോലെ ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ രഞ്ജിനെ പോലെ ഒരു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഹരി ഉൾപ്പെടെ സന്തോഷി ഉൾപ്പെടെ ഉള്ളവരില്ലാത്ത ലിറിക്സ് ഇത് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഇതിൽ ഓരോരുത്തർക്കും ഇതുപോലെ ഈ സിനിമ ഈ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് ഉള്ള റെസ്പോൺസ് ഉണ്ടാവട്ടെ എന്ന എല്ലാ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ രഞ്ജിൻ ചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അഭിലാഷ് ഏട്ടൻ 2 വാക്ക് സംസാരിക്കാതെ എങ്ങനെ നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യും? എല്ലാവർക്കും നമസ്കാരം. ആദ്യം എന്നോട് നന്ദി പറയാറുണ്ട്. കാരണം പ്രൊഡ്യൂസർമാരെ വിളിച്ചു കൊടുത്തല്ല എന്നെ വിളിച്ചത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആണല്ലേ, ലിഷിനയുടെ കൂടെ എനിക്കൊരു സന്തോഷം. ലിഷിയുടെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണോ? അല്ല, അത് നന്നായി. എനിക്ക് വിളിച്ചപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞത്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമാണ്. ബെഞ്ചിന്റെ വളർച്ച ഏറ്റവും അടുത്തുനിന്ന് കാണാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവനും അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണും എന്ന് പറയുന്ന പോലെ അവന്റെ എന്ത് ഫംഗ്ഷനും അവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുമ്പോൾ അവനെ പറ്റി പൊക്കി പറയും, അവനെ പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവന്റെ പാട്ടുകളിലൂടെ നമ്മളെ അവൻ ഓരോ തവണയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച്
ഞാൻ ചെയ്ത 6 പടങ്ങളിൽ 6 പടങ്ങളും മ്യൂസിക് ചെയ്തവനാണ്. ഞാനിപ്പോ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നത് അവനാണ്. അടുത്ത ഞാൻ കമ്മിറ്റ് ചെയ്ത 2 പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവൻ തന്നെയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ കൃത്യമായി ഇതൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ഒത്തുചേരാറുണ്ട്. ഈ സുമതി വളവിന്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസിങ് സമയത്ത് 1.5 വിട്ട ദിവസങ്ങളിൽ ഇവനെ കാണാതെ പോകും. അപ്പൊ ഈ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാറാ പണിയാണെന്നൊക്കെ പറഞ്ഞേക്കും. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പടത്തിന്റെ പാട്ട് 1.5 ദിവസങ്ങളാണ് ഇവൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തമ്മിൽ മാറിപ്പോകും. സുമതി വളവിന്റെ പാട്ട് ഏതാണ്, ബോംബെ പോസിറ്റീവിന്റെ പാട്ട് അത് ഇവൻ കേൾപ്പിച്ചിട്ടുണ്ട് തന്നെ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമായ പാട്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് ഏതൊരു പാട്ട് ചോദിച്ചു അത് നമുക്ക് തന്നോടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഉണ്ണി ഓക്കെ ഒന്ന് വെച്ചേക്കുന്നത്. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പേര് പോലെ തന്നെ പോസിറ്റീവായി മാറട്ടെ. ഒപ്പം ഒരുപാട് പൈസ ഇതിന്റെ പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ. എന്റെ എപ്പോഴും ആഗ്രഹം പ്രൊഡ്യൂസർമാർക്കൊക്കെ കാശ് കിട്ടണം. ഓക്കെ, അപ്പം ഇങ്ങനെ വിളിച്ചതിന് നന്ദി. രഞ്ജ അടിപൊളിയായിരിക്കും. പിന്നെ ഇവൻ 8 മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങിയത്. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആരും ലേറ്റ് ആയിട്ടല്ല. മ്യൂസിക് 8 മണിക്കാണ് ഇവിടെ എത്തിയത്. ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട് ഇവന്റെ കല്യാണത്തിന് മുഹൂർത്തം 2 തവണ മാറ്റിയായിരുന്നു. കല്യാണത്തിന് അന്ന് ഇവൻ ലേറ്റ് ആയി വന്നവരാ. പിന്നീട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എല്ലാ വേദിയിലും പറയും ഇവനെ വരുത്തണമെന്നുണ്ടെങ്കിൽ 6 മണി പറയുക, ഇവൻ 7 മണിക്ക് ഇവിടെ എത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓഡിയോ ലോഞ്ച് ചെയ്യാം അല്ലേ? യെസ്. സോ സന്തോഷ് വർമ്മ, സന്തോഷ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. സോ ഇപ്പോഴാണ് നമ്മളുടെ ഈ ഈവനിങ്ങിന്റെ ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേട്ടോ കൂടെ ചെല്ലു. എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളുടെ ബോംബെ പോസിറ്റീവ് ഓഡിയോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വലിയൊരു കൈയടി പ്ലീസ്. ഓക്കെ, സോ ലിസ്റ്റിൻ ചേട്ടൻ പറയുന്നു കാദർ സർ നന്നായിട്ട് പാടുമെന്ന്. അപ്പൊ നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം അല്ലെ? കാദർ സർ പ്ലീസ്. ലിസ്റ്റിൻ ചേട്ടൻ റിക്വസ്റ്റ് ആണ്. എന്നാ 2 വാക്ക് പറഞ്ഞാലും മതി. നമ്മളുടെ ബോംബെ പോസിറ്റീവ് മൂവിനെ പറ്റി 2 വാക്ക് പറയാം പ്ലീസ്. ബോംബെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന റയർ ബ്ലഡ് ഗ്രൂപ്പാണ്. സോ അതുപോലെ ഉണർത്ത മലയാള ഇൻഡസ്ട്രിയുടെ വൺ ഓഫ് ദ റയർ സിനിമയാവട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.